വളരെ തമാശയുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വെച്ച് കുറച്ചു. വലിയ കാര്യമാണ് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ആ ചെയ്തേക്കുന്നത് 50 രൂപ വീതം കൂട്ടാനുള്ളതാണ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ. അതിനാണ് ഇപ്പോൾ ഈ 2 രൂപ വെച്ച് കുറച്ചത്. 2 രൂപ അങ്ങോട്ട് വാങ്ങിച്ച് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് 2 രൂപ കുറച്ചിട്ട് ഈ 50 രൂപ വീതം ഇലക്ഷൻ കഴിയുന്നുണ്ടെങ്കിൽ കൂട്ടും. അത് കൂട്ടാം, വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവർക്കും 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും ഒക്കെ തരുന്നെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് കൂട്ടിയത് ഒരു 20 രൂപ അങ്ങോട്ട് ഒരൊറ്റ അടിക്ക് കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് 2 രൂപ വെച്ച് കുറവ് വന്നേക്കുന്നത്. ഈ കുറയ്ക്കുന്നത് പണ്ട് ഇവിടെ വലിയ ജനങ്ങൾ മുറവിളി കൂട്ടുമായിരുന്നു. ഇത് പണം കുറയ്ക്കണം, ഇത് കുറയ്ക്കണം, ഈ നിയന്ത്രണമില്ലാതെ ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പണം ഇത് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ജനങ്ങളോട് കാണിക്കുന്നത് ദ്രോഹമാണ്, ഇത് അനാവശ്യമാണ് എന്നെല്ലാം പറഞ്ഞ് വളരെ ജനങ്ങൾ വലിയ മുറവിളി കൂട്ടിയിരുന്നു. അന്നൊക്കെ പറയുന്നത് എന്താ? ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളല്ല ഇത് കൂട്ടുന്നത്, കമ്പനികളാണ്. കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ടുള്ള അവകാശമുണ്ട് അവർക്ക് ഇത് കൂട്ടാൻ, അവരാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് തീരുമാനിപ്പിക്കുകയാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കമ്പനികളങ്ങ് തീരുമാനിച്ചു. ഇലക്ഷൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ അതായത് കമ്പനികൾക്കൊക്കെ സ്ഥാനാർത്ഥികൾ കാണുമായിരിക്കും. എനിക്കറിയില്ല, കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടി കാണുമായിരിക്കും, അതും എനിക്കറിയില്ല. അങ്ങനെ കാണണമല്ലോ. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ 2 രൂപ വെച്ച് ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് സേ ഇല്ല, ഒരു പറച്ചിലും ഇല്ല, ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ഇലക്ഷൻ അങ്ങോട്ട് വരാൻ പോകുന്നു, 2 രൂപ കുറച്ചു ഇതിന്, പാചകവാതകത്തിന് കേട്ടോ. അതായത് 1,500 രൂപ കൂട്ടിയതിന് ശേഷം അതിൽ നിന്നിപ്പോൾ ഒരു 100 രൂപ കുറച്ചു. എത്ര നാളത്തേക്കാണ് ഈ 100 രൂപ കുറച്ചത്? എന്തിനാ? 300 രൂപ കൂട്ടാൻ വേണ്ടിയാണ് ഈ 100 രൂപ കുറച്ചേക്കുന്നത്. ഈ കുറച്ചതിൻ്റെ എല്ലാം പിഴ മുഴുവൻ ജനങ്ങൾ കൊടുക്കണം. ഇപ്പോഴല്ല, ഇലക്ഷൻ കഴിഞ്ഞ് ഇവരുമൊക്കെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനടി ഇതിന് 300 രൂപയാണ്. അതായത് ജനങ്ങൾ അതിന് പിഴ അന്നേരം കൊടുത്തോണം, 200 രൂപ. ആ രീതിയിലാണ്. അതുപോലെ തന്നെയാണ് പെട്രോൾ ഡീസൽ. അപ്പോൾ ഇവർക്ക് കമ്പനികളാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല, കമ്പനികളുടെ റൈറ്റാണ് ഇത് കൂട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനികളുടെ റൈറ്റ് ആണെങ്കിൽ കമ്പനികൾ സ്വമേധയാ ഒരു 2 രൂപ വെച്ച് ഇപ്പോൾ കുറച്ചോ? ഇപ്പം പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിന് വിലയിൽ വ്യത്യാസമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. പിന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ 2 രൂപ കുറയ്ക്കുക ഇതിന്. ആ കുറച്ച് കഴിഞ്ഞാൽ കുറേ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം കൂരിരുട്ടത്ത് നടക്കുന്നവരാണ് അവർ പറയും വലിയ കാര്യമാണ് ചെയ്തേക്കുന്നതെന്ന് പറയും. 20 രൂപ കൂട്ടിയിട്ടായി 2 രൂപ കുറയ്ക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി മാത്രമല്ല, ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉടനടി ഇത് കൂട്ടാനുള്ളതാണെന്നും അവർക്കറിയാം. പക്ഷേ അവരത് കാണത്തില്ല, കാരണം അവർക്ക് കണ്ണ് കാണുന്നില്ല. അതാണ് പ്രശ്നം. അവർ കൂരിട്ട് നടക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ ആകരുത്. ജനങ്ങളോട് അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതിന് ശരിയായ രീതിയിലുള്ള വിലക്കുറവ് കൊണ്ടുവരണം. അത് മാത്രമല്ല, അത് ഇലക്ഷൻ കാലത്താകരുത് ഈ ചെയ്യുന്നത്. ഇലക്ഷൻ വോട്ട് പിടിക്കാനുള്ള ഒരു മെക്കാനിസമായിട്ട് ഇത് മാറരുത്. ജനങ്ങൾക്കിത് ആവശ്യമാണ്, കൊടുക്കേണ്ടത്, ഇത് കുറയ്ക്കണം. കാരണം ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലാണ്. എല്ലാം നമ്മുടെ മോദിജി നോക്കും എന്ന് പറയുന്നില്ലേ ജനങ്ങളിൽ നിന്ന്, ആയിട്ട് പരസ്യം കാണുന്നല്ലോ, അതേപോലെ അദ്ദേഹം ഒന്ന് നോക്കണം ഈ കാര്യം. ഇത് 2 രൂപ കുറയ്ക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഒരു 15 രൂപ അല്ലെങ്കിൽ 20 രൂപയെങ്കിലും കുറച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്തെങ്കിലും ഉണ്ടെന്ന്. ആ കൂട്ടിയ തുക കുറച്ചെന്ന് മനസ്സിലായേനെ. അതുപോലെ പാചകവാതകത്തിൻ്റെ വില 100 രൂപ കുറച്ചിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ല ആർക്കും. അതുകൊണ്ട് ഒരു കാര്യമുള്ളതല്ല. അത് വളരെ കൂടുതൽ, അതായത് എല്ലാവർക്കും ആഹാരം പാചകം ചെയ്യാൻ ഇത് ഗ്യാസ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ അനിയന്ത്രിതമായ ഈ വില ഇത് വളരെ കുറയ്ക്കണം. ഒരു 500 രൂപയെങ്കിലും ഈ ഗ്യാസിന് വില കുറച്ച് കൊടുത്താൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആകും. കമ്പനികൾക്ക് അവിടെ നഷ്ടമൊന്നും വരുന്നില്ല. ഈ കമ്പനികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ എടുത്ത് അവർ സംസ്കരിക്കുന്നുള്ള ആ സംസ്കരണത്തിൻ്റെ ചിലവാണോ ഈ വാങ്ങുന്നത്? ഒന്നുമല്ലല്ലോ. ഈ കമ്പനികളെല്ലാം കൊള്ളയടിക്കല്ലേ. ആ കമ്പനികൾ കൊള്ളയടിക്കുന്നത് അതിൽ നിന്ന് ഉള്ള ഫണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ടും അതും ഇതുമായിട്ട് ഇഷ്ടംമാതിരി പണം കിട്ടും. അത് മാത്രമല്ല, ഒരുപാട് വിധത്തിലുള്ള അഴിമതികൾ അവിടെ നടക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അത് അവരുടെ ചെലവാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് വീതിച്ച് ഇത് മുഴുവൻ കൊടുക്കുകയാണ്. പ്രമുഖ കമ്പനികൾ തന്നെ ഇത് നടത്തുന്ന ആളുകളുണ്ട് വലിയ ഇന്ത്യയിലെ. അവർ ഓരോ വേറെ പേരിലും കള്ളപ്പേരിലൊക്കെ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തേക്കാണ് പണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ വില കൂട്ടിക്കോ.
ഇവർക്ക് പ്രശ്നമില്ല. ജനങ്ങൾ ഇവരുടെ അല്ലല്ലോ.